ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു പുതിയ രീതിയിൽ കപ്പ എടുക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതൊക്കെ പണ്ട് കാലത്ത് നന്നായിട്ട് മിക്ക വീട്ടുകളിലും നെല്ല് പുഴുങ്ങുന്ന സമയത്ത് അടുപ്പിൽ ഒരുപാട് തീ കാണും. അപ്പം നെല്ലെല്ലാം വെന്ത് കഴിയുമ്പം നെല്ല് പുഴുങ്ങുന്നവർ തന്നെ അയ്യത്ത് പോയിട്ട് കപ്പ പറിച്ചുകൊണ്ട് വന്നിങ്ങനെ അടുപ്പിലിട്ട് ചുട്ട് ഞങ്ങൾക്കൊക്കെ തരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തെടുക്കാൻ നോക്കുന്നില്ല. പിന്നെ എല്ലായിടവും മിക്ക വീട്ടുകളിലും ഗ്യാസ് ആയതുകൊണ്ട് ഇങ്ങനെ കണൽ കിട്ടാറില്ലല്ലോ. ഇത് കണൽ നന്നായിട്ടുണ്ടെങ്കിലേ നമുക്കിത് വെന്ത് കിട്ടത്തുള്ളൂ. വളരെ ടേസ്റ്റാണ്, പൊടിഞ്ഞ് കിട്ടും നമുക്ക് വെന്തിട്ട്. ചൂടോടെ നമ്മളിത് പൊളിച്ച് തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് ഇന്ന് എനിക്കൊരു കപ്പ കിഴങ്ങ് കിട്ടിയത് ഞാനത് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ചെയ്യുവാണ്. കപ്പയുടെ തോല് കളയാതെ തന്നെ അതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. അടുപ്പിലോട്ട് വെക്കേണ്ട സൗകര്യത്തിനാണ് മുറിച്ചേക്കുന്നത്. എന്നിട്ട് പിച്ചാത്തി എടുത്ത് നല്ലപോലെ വരയണം. നെടുകെ കുറേ വരയിട്ടിട്ട് ആ വരകളിലെല്ലാം ഇച്ചിരി ഉപ്പ് നീര് തളിക്കണം. അന്നേരം വെന്ത് വരുമ്പം ചീനിക്ക് നല്ല ഉപ്പ് കാണും. നല്ല വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് പൊളിച്ചെടുക്കാനും എളുപ്പമുണ്ട് വരയുന്നത് കാരണം. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണിത്. ഇത് കപ്പ ഒരു ചെമ്മീൻ തീയലും കൂട്ടിയാണ് ഞാൻ ഈ ചുട്ട കപ്പക്കിഴങ്ങ് തിന്നുന്നത്. അപ്പം നമുക്കിതൊന്ന് തിന്നു നോക്കാം. നല്ല വൃത്തിയായിട്ട് വെന്ത് പൊടിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക രുചി ഇതാണ്. ഇതല്ലേ, ഇതിൻ്റെ വേരൊക്കെ മാറ്റിയെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കയ്പില്ലാത്ത ചീനി വേണം ഇങ്ങനെ ചുട്ടെടുക്കാൻ. നമുക്ക് കൊഞ്ച് തീയരി മുക്കിയൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് ടേസ്റ്റാണെന്നത്. അപ്പോൾ നിങ്ങളും ഇതിലൊരു കടിച്ചോളി. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.